നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആരാടി ഇവിടെ കൊണ്ടുവച്ചേ? എനിക്കറിയില്ല മുത്തശ്ശി. എന്താ കാര്യം? എന്താ അമ്മേ? പ്രിയങ്ക നമ്മളെ ചതിച്ചു മോളെ. എന്താ അമ്മേ? എന്താ പറയുന്നത്? അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കും ഞാനിവിടെ നിന്ന് പോവുകയാണ്. ഞാൻ അഭിനയിക്കുന്ന ഒരു സിനിമ ഇന്ന് രാത്രി ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ്. ഈ ചാൻസ് തട്ടിക്കളഞ്ഞ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ഭാവിയിലേക്ക് എത്താൻ പറ്റില്ല. എന്നെ തിരക്കണ്ട. ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയിട്ട് ഞാൻ ഒരിക്കൽ തിരിച്ചു വരും. പ്രിയങ്ക. എന്ത് ബുദ്ധിമോശ ദേവേട്ട അവളെ കാണിച്ചത്. ഇതെങ്ങനെ ആരോടെങ്കിലും പറയാൻ പറ്റോ? നമ്മളെയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് തന്നെ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തു കളഞ്ഞല്ലോ. എന്താ അമ്മേ, ഇപ്പൊ അമ്മയ്ക്ക് പ്രിയങ്ക ന്യായീകരിക്കാനൊന്നുമില്ലേ? അവൾ ചെയ്യുന്ന ഓരോ തെറ്റിനും എല്ലാറ്റിനും കൂട്ടുനിന്ന അമ്മയല്ലേ? സത്യം പറ, അവൾ ഈ പോയിരിക്കുന്നത് അമ്മയുടെ അറിവോടുകൂടിയല്ലേ? നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? എന്നോട് എന്തെങ്കിലും പറഞ്ഞാ ഞാനത് സമ്മതിക്കോ? അമ്മയെ വിശ്വസിക്കാൻ പറ്റില്ല, അതുകൊണ്ടാ ചോദിച്ചത്. ഇനി എന്തിനൊക്കെ ഇവിടെ സമാധാനം പറയേണ്ടി വരും? ഒരു കുടുംബത്തിന്റെ ഐശ്വര്യത്തിന്റെ പൂജ നടക്കാൻ ഒരു വ്രതം കൂടി ബാക്കിയില്ലേ? അവര് പറയില്ലേ കണിമംഗലത്തിന്റെ സർവനാശത്തിനും കാരണക്കാരൻ നമ്മളാണെന്ന്? പറയില്ലേ? അച്ഛാ, അവൾ അധിക ദൂരൊന്നും പോയിട്ടുണ്ടാവില്ല. അച്ഛനൊന്ന് പോയി നോക്ക്. അല്ലാതെ വേറെ മാർഗമില്ലല്ലോ നമുക്ക്. ഫോൺ ഓഫാണ്. അതൊക്കെ കൃത്യമായിട്ട് ചെയ്തോളൂല്ലോ. ദേവേട്ട എവിടെ പോയി തിരക്കണം, ആരോട് അന്വേഷിക്കണം ഒന്നും എനിക്കറിയില്ല ചോദ. ഇതിനേക്കാൾ ഭേദം നമ്മളെയൊക്കെ അവളങ്ങ് കൊല്ലുകയായിരുന്നു നല്ലത്. ഇവള് വീട്ടിനകത്തിരിക്കുമ്പോ അവള് കത്ത് കൊണ്ടുവച്ച് പോയി എന്ന് പറയുന്നതില് എനിക്ക് അത്ര വിശ്വാസം തോന്നുന്നില്ല. അമ്മയ്ക്ക് എന്താ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ? ഇത് തന്നെയാ ദേവേട്ടൻ പറഞ്ഞത്. ഒളിഞ്ഞും തെളിഞ്ഞും അവക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അമ്മയാണെന്ന്. കുറച്ചു കഴിഞ്ഞ് ഇരുട്ട് വീഴുമ്പോ അവളെയും കൊണ്ട് ക്ഷേത്രത്തിലേക്ക് എത്തേണ്ടതാ. അവരോട് എന്ത് മറുപടിയാ പറയേണ്ടെന്ന് വെച്ചാ അമ്മ തന്നെ പറഞ്ഞോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.